അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ യാത്ര ചെയ്ത് നയാഗര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇത് കാനഡയുടെയും അമേരിക്കയുടെയും ബോർഡറാണ്. അതിന് റെയിൻബോ ബ്രിഡ്ജ് എന്നാണ് പറയുക. ഇതാണ് റെയിൻബോ ബ്രിഡ്ജ്, കാനഡയിലേക്ക് പോകാനുള്ള റെയിൻബോ ബ്രിഡ്ജ്, ഒപ്പം അമേരിക്കൻ മെയിൻ സ്ട്രീറ്റ്. അപ്പം നയാഗരയുടെ ന്യൂയോർക്ക് സ്റ്റേറ്റിലെ അമേരിക്കൻ സൈഡിലാണ് ഞാനിപ്പോഴുള്ളത്. ഇനി നയാഗര വെള്ളച്ചാട്ടം ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് നയാഗര വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി, ഇവിടെ തങ്ങി. ഇനി ബോട്ടിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് ഞങ്ങൾ പോകുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ റെയിൻബോ ബ്രിഡ്ജ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നത്. ഒപ്പം തന്നെ അമേരിക്കയുടെ ഭാഗവും, ഇതാണ് അതിർത്തി, അമേരിക്ക കാനഡ അതിർത്തി നയാഗ്രയിലുള്ളത്. നമുക്കറിയാവുന്ന പോലെ ഈ പ്രദേശത്ത് വളരെയധികം ഇന്ത്യൻ പ്രസൻസ് ഉണ്ട്. ഇന്ന് കൂടുതലായിട്ടും ടൂറിസ്റ്റ് വരുന്നത് ഇന്ത്യൻ ഒറിജിൻ ടൂറിസ്റ്റാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 10 റെസ്റ്റോറൻറ്റെങ്കിലും എനിക്ക് ചുറ്റുമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ഇവിടെ ഒരു നയാഗര തന്തൂരി ഹട്ട്, ഇത് ഇവിടെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഒപ്പം ഞങ്ങൾ നേരത്തെ പോയപ്പോൾ ഇവിടെ ഒരു ഹൈദരാബാദ് ബിരിയാണി ഹൗസ്, പിന്നെ അപ്പുറത്ത് അതിൻ്റെ ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റ്, പിന്നെ ബനാന ലീഫ്, സൈക്ക എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രദേശങ്ങൾ അതുമായിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ കാണുന്നതൊക്കെയാണ് നമ്മൾ റെയിൻബോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്. ഇതാണ് കാനഡയിലേക്ക് വണ്ടികൾ പോകുന്നുള്ള പാലം, റെയിൻബോ ബ്രിഡ്ജിലേക്കുള്ള എൻട്രി ആണ് ഇത്. അത് കടന്നാൽ കാനഡയാണ്. എപ്പോഴും നയാഗര വെള്ളച്ചാട്ടം കാണാൻ ഭംഗിയുള്ളത് കാനഡ ഭാഗത്ത് നിന്നാണ്. അവിടെ കാനഡയിലാണ് ഇതിൻ്റെ ഭംഗി ഉള്ളത്. ആ കാനഡ സൈഡിലാണ് ഇതിന് ഭംഗിയുള്ളത്. ഈ കാനഡ ഭാഗത്ത് പോയാൽ ആണ് അതിനുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള സൗന്ദര്യം ഉള്ളത് ആ കാനഡ സൈഡിലാണ്. ഇനി കൂടുതലായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് ചെന്നിട്ട് ഞാൻ വിശദീകരിക്കാം. അപ്പം നമ്മൾ നയാഗരയുടെ മാപ്പാണ്, വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തൊക്കെ കറങ്ങി ഉള്ളിലേക്ക് പോകുകയാണ് നമ്മൾ. ഇത് മാപ്പിൽ കാണുന്നത് പോലെ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ്, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കാനഡ, ഇത് അമേരിക്ക, ഇത് റെയിൻബോ ബ്രിഡ്ജ്. നമ്മൾ ഇതിവിടെയാണ് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗോട്ട് ഐലൻഡ് ഉണ്ട്, പിന്നെ ഇതാണ് മെയിൻ ഏരിയ. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് പാർക്കാണ്, നയാഗര ഫാൾസ് സ്റ്റേറ്റ് പാർക്ക്. നമുക്കിനി അങ്ങോട്ട് അവിടേക്ക് പോകാം, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോകാം. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നടന്ന് പോകാണ്, അവിടേക്ക് ആ പ്രദേശത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ് പാർക്കിൻ്റെ വളരെയധികം ജനങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു അപ്പുറത്തെ ഭാഗത്ത് കാണുന്നത് ടവറും ഡെക്കൊക്കെ കാണുന്നത് കാനഡയുടെ സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടെ വിസിറ്റർ സെൻറ്റർ, അമേരിക്കൻ ഫാൾസും ഇവിടെ ഒരു വിസിറ്റർ സെൻറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നയാഗര ഫാൾസിൻ്റെ സ്റ്റേറ്റ് പാർക്കിൻ്റെ സീലാണ് കാണുന്നത്. നയാഗര ഫാൾസ് സ്റ്റേറ്റ് പാർക്കാണ്. ഇതൊരു ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഇവിടെ ഫെഡറൽ പ്രോപ്പർട്ടികളുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്, സിറ്റിയുടെ പ്രോപ്പർട്ടി ഉണ്ട്, കൗണ്ടിയുടെ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇത് നയാഗര ഫാൾസ് വരുന്നത് ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് ഫെഡറൽ ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഇവിടെ ഒരു വെൽക്കം സെൻറ്റർ ഉണ്ട്, അവിടേക്ക് അടുത്തേക്ക് പോയിക്കൊള്ളു. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ടൂർ കമ്പനികൾ ഇവിടെ കൊടിയൊക്കെ പിടിച്ച് ഒരു വരിയായിട്ട് അവർ കൊണ്ടുപോകും. നമ്മളെ രാജ്യത്തു നിന്നൊക്കെ ഇങ്ങനെ ടൂറിന് വേണ്ടി വരുന്നവർ, ഇത് വേറെ രാജ്യത്തു നിന്നുള്ളവരാണെന്ന് തോന്നുന്നു. കുറച്ച് ഇന്ത്യക്കാരെ കാണുന്നുണ്ട്. ഇവരിങ്ങനെ വരിയായിട്ട് അച്ചടക്കത്തോടു കൂടി നയാഗര കാണാൻ വരുന്ന ടൂർ കമ്പനികളുണ്ട്. ഒരു പക്ഷേ നമുക്ക് സ്വതന്ത്രമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ടൂർ കമ്പനികളുടെ കൂടെ വരുന്നതിലും നല്ലത് ഒരു പക്ഷേ ഒറ്റയ്ക്ക് വന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ഭാഗത്തായിട്ട് കാണുന്നത് അതിൻ്റെ കാനഡ സൈഡാണ്. ഇതാണ് അമേരിക്കൻ ഫാൾസ്, ന്യൂയോർക്ക് സ്റ്റേറ്റിനുള്ളിൽ അമേരിക്കൻ ഫാൾസ് എന്ന് പറയുന്ന വെള്ളച്ചാട്ടം. റിവർ ഇങ്ങനെ ഒഴുകി വരുന്നു, ആ ഒഴുകി വന്നിട്ട് നയാഗരയിലേക്ക് ചാടുന്നു. ലോകത്തിൻ്റെ പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന പോലെ നയാഗര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം
ഉത്സാഹം കാണാനായിട്ടൊന്നും ആഗ്രഹിക്കുന്ന ഒരിടമാണ്. ലോകത്തിൽ പല ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ആസ്വദിക്കണം. ഇതാണ് നയാഗര വെള്ളച്ചാട്ടം. പുഴ ചാടി വരുന്നു, പുഴ ഒഴുകി ഒഴുകി വന്ന് ചാടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നയാഗര വെള്ളച്ചാട്ടം. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് പറഞ്ഞ താഴേക്ക് ബോട്ടിലേക്ക് പോകുന്നതിനുള്ളൊരു പില്ലറാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തമായ വ്യൂ കിട്ടാൻ പോകുന്നത് അത് റെയിൻബോ ബ്രിഡ്ജാണ്. ഇത് ആൾക്കാർക്ക് താഴെ പോയിട്ട് ബോട്ടിൽ കയറാനായിട്ട് മെയ്ഡ് ഓഫ് ദ മിസ്റ്റിനുള്ള അതാണ് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ്. ബോട്ടിൽ ജനങ്ങളെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. ഇത് കാനഡയാണ്. അപ്പുറത്തെ ഭാഗത്ത് കാണുന്നത് കാനഡയാണ്. ഇതാണ് അമേരിക്കൻ സൈഡ് ഓഫ് വാട്ടർഫാൾസ്. അമേരിക്കൻ സൈഡ് വെള്ളച്ചാട്ടമാണ് കാണുന്നത്. ആ കാണുന്നതാണ് കനേഡിയൻ സൈഡ് വെള്ളച്ചാട്ടം. അമേരിക്കൻ സൈഡ് വെള്ളച്ചാട്ടവും കനേഡിയൻ സൈഡ് വെള്ളച്ചാട്ടവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം നല്ല മാതിരി ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു ദൃശ്യമനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ കാണുന്നത്. നയാഗര വെള്ളച്ചാട്ടം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നയാഗര വെള്ളച്ചാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രകൃതി രമണീയത കണ്ടു നോക്കുക. ഇതാണ് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്നും പറഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് പോകുന്ന ബോട്ടാണ് കാണുന്നത്. ഇത് അമേരിക്കൻ സൈഡിൽ നിന്നാണ് വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് പോകുന്നത്. എന്നാൽ ഈ കാണുന്ന ചുവന്ന നിറത്തിലുള്ള ജാക്കറ്റ് ഇട്ടവർ അത് കാനഡ സൈഡിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടി പോകുന്നത്. കാനഡക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. കാനഡക്കാർ ബോട്ടിൽ കയറി വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. അമേരിക്കക്കാർ ഈ പാലത്തിൻ്റെ താഴെ നിന്നാണ് വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന ഇത്. അപ്പോൾ ഇതാണ് ലോകപ്രസിദ്ധമായ നയാഗര വെള്ളച്ചാട്ടം. ഇത് അമേരിക്കൻ ഫാൾസ്, അത് കനേഡിയൻ സൈഡ്. വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നയാഗര വെള്ളച്ചാട്ടം എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. അത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾ കൺകുളിർക്കെ കാണുക. അമേരിക്കൻ സൈഡിലുള്ള അമേരിക്കയും കാനഡയും അതിർത്തി പങ്കിടുന്ന ഇടത്തിൽ നിന്നും നയാഗര വെള്ളച്ചാട്ടം എത്ര മനോഹരമാണല്ലേ. ഞാൻ നാട്ടിൽ ചാലക്കുടി പ്രദേശത്തുള്ള അതിരപ്പള്ളിക്ക് അടുത്താണ് എൻ്റെ വീട്. അവിടെ നമുക്കറിയാം മഴക്കാലത്തൊക്കെ നല്ല ഭംഗിയായിട്ട് വെള്ളം കുത്തിച്ചാടി വരുന്ന അത് ഇന്ത്യൻ നയാഗര എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെയുള്ള ദൃശ്യമനോഹാരിതയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് ശേഷം ഞാൻ പോകുന്നത് മിസ്റ്റ് ഓഫ് ദ മെയ്ഡ് എന്നും പറഞ്ഞ് ബോട്ടിൽ പോകുകയാണ്. അവിടെ അതിനടുത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നിങ്ങൾ നയാഗര കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ടും ഇത് നിങ്ങളെ കാണിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇതാണ് നയാഗര വെള്ളച്ചാട്ടം. നിങ്ങളുടെ അപ്പോൾ ഇതിൻ്റെ ഒരു കോട്ട് നമുക്ക് എടുക്കാം. താങ്ക് യു. അപ്പോൾ നമുക്ക് കോട്ട് കിട്ടി. മെയ്ഡ് ഓഫ് ദ മിസ്റ്റിൻ്റെ കോട്ട് കിട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിട്ട് മഴ നനയാണ്ട് വേണം നമ്മൾ ഇത് വസ്ത്രം എങ്ങനെയാണ് ഇടുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും അവരുടെ ആ ഒരു പ്ലാസ്റ്റിക് കവറ് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ബോട്ടിനുള്ളിൽ കയറി വെള്ളം നനയാതിരിക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് ആ ഒരു ലെയർ ഇട്ടാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ കയറുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഒരു പെട്രോളിംഗ് ബോട്ട് എന്തെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങളോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കാനഡ അമേരിക്കൻ ബോർഡറിൽ കോസ്റ്റ് ഗാർഡ് ആയിരിക്കാം, അവരുടെ പെട്രോളിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോഴേ വളരെയധികം വെള്ളം നമ്മുടെ മേത്ത് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് നയാഗര അമേരിക്കൻ സൈഡാണിത്, അത് കാനഡ സൈഡാണ്. നമ്മൾ
നമ്മൾ അമേരിക്കൻ ഫാൾസ് കഴിഞ്ഞിട്ട് കനേഡിയൻ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാനഡ ഫാൾസിൻ്റെ അടുത്തേക്കാണ് ബോട്ട് കൂടുതലായിട്ട് അടുത്ത്. അത് ഏറ്റവും ഭംഗി ഇവിടെ നയാഗ്ര ഫാൾസിൻ്റെ കാനഡ സൈഡാണ് കാണാനായിട്ട് കൂടുതൽ ഭംഗിയുള്ളത്. അപ്പം അവിടേക്കാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളൊക്കെ ആകാംക്ഷഭരിതരായിട്ട് നോക്കി നിൽക്കുകയാണ്. നമ്മളെല്ലാം നനഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. മെയ്ഡ് ഓഫ് ദ മിസ്റ്റില് നമ്മൾ കാണുന്നത് കനേഡിയൻ സൈഡിലേക്ക്, നയാഗര വെള്ളച്ചാട്ടത്തിന്റെ കനേഡിയൻ സൈഡിലേക്ക് കുത്തിയൊലിക്കുന്നതാണ് കാണുന്നത്. കനേഡിയൻ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. ബോട്ട് നിർത്തുന്നില്ല, കപ്പിത്താൻ ബോട്ട് നിർത്തുന്നില്ല, ഉള്ളിലേക്ക് കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നയാഗര വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലേക്ക് കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട്. ആവേശഭരിതരായ ജനം. ബോട്ട് നടന്ന് വട്ടം കറങ്ങുകയാണ് ബോട്ട്. അങ്ങനെ ബോട്ട് തിരിച്ചിരിക്കുകയാണ്. ബോട്ട് തിരിച്ചു പോവുകയാണ്. വെള്ളച്ചാട്ടം കഴിഞ്ഞ് ബോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പൊ നമ്മൾ കാനഡ സൈഡിലെ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ച് തന്നെ ന്യൂയോർക്ക് കൂടി തിരിച്ചു പോവാണ്. ആകെ നനഞ്ഞു നമ്മൾ. ഇത് ഉള്ളത് കൊണ്ട് കുറച്ച് തുണി ബാക്കിയുണ്ട്. തിരിച്ച് നമ്മൾ റെയിൻബോ ബ്രിഡ്ജ് കൂടിയിട്ട് തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ ന്യൂയോർക്ക് സൈഡിലേക്കുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് കൂടിയാണ് പോകുന്നത്. ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളപ്പോൾ വെള്ളച്ചാട്ടം കഴിഞ്ഞത് അതിൻ്റെ അടുത്തേക്ക് ബോട്ട് കരയ്ക്ക് അടുപ്പിക്കാൻ പോവാണ്. ഇതാണ് റെയിൻബോ ബ്രിഡ്ജ്. നമ്മൾ കനേഡിയൻ സൈഡ് വെള്ളച്ചാട്ടം കഴിഞ്ഞ് ന്യൂയോർക്ക് സൈഡിലെ വെള്ളച്ചാട്ടം കഴിഞ്ഞ് ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചെത്തുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മിസ്റ്റ് ഓഫ് ദ മെയ്ഡ് എന്ന ബോട്ടിലുള്ള യാത്ര വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചെത്തിരിക്കുകയാണ്. ബോട്ട് കരയ്ക്കടുപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ 2 വെള്ളച്ചാട്ടവും കണ്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. മിസ്റ്റ് ഓഫ് ദ മെയ്ഡിൻ്റെ ദൃശ്യമനോഹരമായ ആ ഒരു ഷോ കഴിഞ്ഞിരിക്കുകയാണ്.